ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ കോൺസ്പിറസി തിയറിയുടെ രണ്ടാം ഭാഗമാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്ത മോണ്ടോക് പ്രൊജക്ട് ഫിലഡൽഫിയ എക്സ്പെരിമെൻ്റ് എന്ന വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ലെ സക്സസ്ഫുൾ എക്സ്പെരിമെന്റിന് ശേഷം US നേവി ടെസ്ലയുടെ നേതൃത്വത്തിലുള്ള സയന്റിസ്റ്റിനോട് ഇതേ എക്സ്പെരിമെന്റ് മനുഷ്യ സാന്നിധ്യത്തിൽ നടത്താൻ ഉത്തരവിട്ടു. മാസങ്ങൾക്ക് ശേഷം ടെസ്ല ഈ എക്സ്പെരിമെന്റിൽ നിന്ന് പിന്മാറിയതിന് ദുരൂഹതകൾ പലതാണ്. അതിലൊന്നിനെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. 1940 ശേഷം ഐൻസ്റ്റീൻ്റെ യൂണിഫൈഡ് ഫീൽഡ് തിയറി ഉപയോഗിച്ച് അതിശക്തമായ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒരു വസ്തുവിലേക്ക് കടത്തിവിടുമ്പോൾ ആ വസ്തുവിന് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടെത്തുക മാത്രമായിരുന്നു ടെസ്ലയുടെ നേതൃത്വത്തിലുള്ള ഈ സയന്റിസ്റ്റുകളുടെ പിന്നീടുള്ള ലക്ഷ്യം. അതായത് ഒരു വസ്തു അപ്രത്യക്ഷമാവുകയും പിന്നീട് അത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതിനിടയിലുള്ള ചെറിയ കാലയളവിൽ അതിന് ഫിസിക്കലി എന്ത് സംഭവിക്കുന്നു എന്നതിനുള്ള ഉത്തരം. മാസങ്ങൾ നീണ്ടുനിന്ന ഇന്റൻസ് റിസർച്ചിന് ശേഷം ഇവരെ കാത്തിരുന്നത് അവിശ്വസനീയമായ ചില ഉത്തരങ്ങളായിരുന്നു. ഈ പരീക്ഷണത്തിന്റെ സൈഡ് എഫക്ട്സ് ഒരു ഹൈപ്പർ സ്പേസ് പോർട്ടലിനോ വേം ഹോളിനോ അവസരമുണ്ടാക്കിയേക്കാമെന്ന് ടെസ്ല കണ്ടെത്തി. മനുഷ്യൻ ഈ പരീക്ഷണത്തിന്റെ ഭാഗമാകുന്ന പക്ഷം ഒരു ഇന്റർ ഡയമെൻഷണൽ ട്രാവലിലോ ടൈം ട്രാവലിലോ ഇത് അവസാനിച്ചേക്കാമെന്ന് ടെസ്ല തിരിച്ചറിഞ്ഞു. ഇതുപോലുള്ള ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റിന് ഇവരുടെ ടീം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അല്ല എന്ന് മനസ്സിലാക്കിയ ടെസ്ല ഈ എക്സ്പെരിമെന്റിൽ നിന്ന് പിൻവാങ്ങുകയും US നേവിയോടും ജോൺ വോൺ ന്യൂമാനോടും ഈ എക്സ്പെരിമെന്റ് പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് വാൺ ചെയ്യുകയുണ്ടായി. ഇതൊന്നും വകവയ്ക്കാതെ 1943 മനുഷ്യ സാന്നിധ്യത്തിൽ ഇതേ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത US നേവി ഏറ്റുവാങ്ങിയത് നിക്കോള ടെസ്ല പ്രവചിച്ച പോലെ തന്നെയുള്ള ഒരു വലിയ ദുരന്തമായിരുന്നു. പക്ഷേ ജോൺ വോൺ ന്യൂമാനെ അലട്ടിയ ഏറ്റവും വലിയ ചോദ്യം USS എൽറിച്ച് ക്രൂ മെമ്പേഴ്സിലുണ്ടായിരുന്ന എഡ് ആൻഡ് കാമറൂൺ ബ്രദേഴ്സിലെ ഡങ്കൻ കാമറൂണിന് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു. ഇതേ ചോദ്യം ന്യൂമാൻ എഡ് കാമറൂണിനോട് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി വീണ്ടും ടെസ്ല പ്രവചിച്ചതുപോലെ തന്നെയായിരുന്നു. 1983 ടൈം ട്രാവൽ ചെയ്ത ഡങ്കൻ കാമറൂൺ മോണ്ടോക്കിലുള്ള ഒരു എയർഫോഴ്സ് സ്റ്റേഷനിൽ ഉണ്ടെന്നും അവിടെ വലിയൊരു കൂട്ടം സയന്റിസ്റ്റുകൾ ഡങ്കൻ കാമറൂണിന്റെയും ആയിരക്കണക്കിന് കുട്ടികളുടെയും ദേഹത്ത് വളരെ മോശമായ രീതിയിലുള്ള മൈൻഡ് കൺട്രോൾ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും തിരിച്ചെത്തിയ എഡ് കാമറൂൺ അവകാശപ്പെട്ടു. അടുത്തത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോകത്തിലേക്ക് വച്ച് ഏറ്റവും ക്രൂരവും നിർദ്ദയവുമായ ആ മോണ്ടോക് പ്രൊജക്ടിനെ കുറിച്ചാണ്. ഈ കാലയളവിൽ മോണ്ടോക് എയർഫോഴ്സ് ബേസിൽ വർക്ക് ചെയ്തിരുന്ന പ്രസ്റ്റൺ ബി നിക്കോൾസ് എന്ന ചീഫ് എഞ്ചിനീയറുടെയും ഇതിലെ 10,000-കണക്കിന് വിക്ടിംസിൽ ഒരാളായ സ്റ്റുവർട്ട് സ്വീഡ്ലോ എന്നയാളുടെ എക്സ്പീരിയൻസിലേക്കുമാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 1943 ഫിലാഡൽഫിയ എക്സ്പെരിമെന്റിന്റെ ഒരു തുടർച്ചയായിട്ടാണ് മോണ്ടോക് പ്രോജക്റ്റ് അറിയപ്പെടുന്നത്. 1950 ഫിലാഡൽഫിയ എക്സ്പെരിമെന്റിന്റെ അവശേഷിക്കുന്ന സയന്റിസ്റ്റുകൾ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. USS എൽറിച്ച് ഷിപ്പിനെ ഇൻവിസിബിൾ ആക്കിയ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സൈക്കോളജിക്കൽ എഫക്ട്സിനെ കുറിച്ചുള്ള ഒരു പുതിയ പഠനം. അതനുസരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി US കോൺഗ്രസിന് മുമ്പാകെ അവതരിപ്പിച്ചെങ്കിലും അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കിയ കോൺഗ്രസ് ഈ പ്രോജക്റ്റിനെ റിജക്ട് ചെയ്തു. പക്ഷേ ഈ ഗവേഷകർ ഇതേ പ്രൊപ്പോസലുമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിനെ ചെന്ന് കണ്ടു. ഒരു ബട്ടൺ അമർത്തിയാൽ ശാന്തനായ ഒരു ശത്രുവിനെ തുരത്താൻ കഴിയുന്നതും സ്കീസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു സൈക്കോളജിക്കൽ വെപ്പണെ കുറിച്ചായിരുന്നു ഈ പ്രൊപ്പോസൽ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഇത് അപ്രൂവ് ചെയ്തു. കോൺഗ്രസിന്റെ അപ്രൂവൽ ഇല്ലാത്തതിനാൽ ഇതിന്റെ ഫണ്ടിംഗ് ഒരു ടോപ്പ് സീക്രട്ടായി നടത്താൻ ഇവർ തീരുമാനിച്ചു. ഇതിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് $10 ബില്യൺ വിലമതിക്കുന്ന ഗോൾഡ് കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ ഫ്രാൻസിൽ വെച്ച് ആക്രമിക്കുകയും ആ ഗോൾഡ് എല്ലാം തന്നെ കടൽ മാർഗം അമേരിക്കയിൽ എത്തിക്കുകയും ഉണ്ടായി. ബ്രൂക്ക് ഹേവൻ നാഷണൽ ലബോറട്ടറിയിൽ ആരംഭിച്ച ഈ പ്രൊജക്ടിന്റെ ആദ്യ നാമം ഫീനിക്സ് പ്രൊജക്ട് എന്നായിരുന്നു. കാലക്രമേണ ഒരു വലിയ റഡാർ ഡിഷിന്റെ ആവശ്യകത മനസ്സിലാക്കിയ ഈ ഗവേഷകർ പിന്നീട് ഒഴിഞ്ഞുകിടന്ന മോണ്ടോക് എയർഫോഴ്സ് ബേസിലേക്ക് മാറുകയും പ്രൊജക്ടിന്റെ പേര് ഫീനിക്സ് 2 അഥവാ മോണ്ടോക് പ്രൊജക്ട് എന്ന് തിരുത്തുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചെലവുകൾ നടത്തിയത് IGTയും ജർമ്മനിയിലെ ക്രപ്പ് AG എന്ന കമ്പനിയുമാണ്.
1960കളിൽ മോണ്ടോക് പ്രൊജക്റ്റിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ക്യാമ്പ് ഹീറോയിലെ മോണ്ടോക് എയർഫോഴ്സ് ബേസിൽ എത്തിക്കുകയും ഒരു വലിയ അണ്ടർഗ്രൗണ്ട് ബങ്കർ നിർമ്മിച്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. They were all set to proceed. പക്ഷേ ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷണങ്ങൾ ടെസ്റ്റ് ചെയ്യാനായി ആയിരക്കണക്കിന് മനുഷ്യരെ ഇവർക്ക് വേണമായിരുന്നു. അതിനായി ഇവർ തിരഞ്ഞെടുത്ത വഴി വളരെ പൈശാചികമായിരുന്നു. അനാഥരെയും വേശ്യകളെയും വീട് വിട്ട് ഓടിപ്പോയ കുട്ടികളെയും ഇവർ തിരഞ്ഞു കണ്ടുപിടിച്ചു. ബലപ്രയോഗത്തിൽ കീഴ്പ്പെടുത്തുകയും മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധരഹിതരുമാക്കിയ ഇവരെ മോണ്ടോക്കിലെ എയർഫോഴ്സ് ബേസിലെത്തിച്ചു. Runaway teens, prostitutes, foster children, children of drug addicts, whomever was considered expendable, and no one would miss them. But they would also have scouting missions in cities and other locations. They knew the type of genetics they were looking for, and if they saw someone that matched those genetics and that person was easily grabbable, they would take that person. വർഷങ്ങളോളം ഈ വിക്ടിംസ് സയൻസിൻ്റെയും ടെക്നോളജിയുടെയും പേരിൽ അനുഭവിക്കേണ്ടി വന്നത് അതിക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളാണ്. Sometimes they would throw you in a cement room and they would hit you with a wooden pole, or they would take some kind of metal rod and hit you with it. There were a number of different people that would administer the tortures, experiments, programming, etc. They were not always the same person, so that I would not develop any kind of relationship with them, and they would not feel a relationship with me. I wouldn't call them handlers particularly. I think some of them were just kind of automatons. They were sometimes soldiers. They looked like soldiers. Sometimes they looked like ordinary people off the street. I never knew what to expect, and they were always different. They're always male, never female that would do these kinds of things. The beatings were the most horrible, and the fact that they were doing it without the approval of the kids. You know, it was literally kidnapping. One thing they loved to do was drown you, hold you underwater to the point where you were about to give up. They wanted to split the mind. They wanted to shatter the mind. And then they would program each individual piece for something else. വളരെ മൃഗീയമായ ടോർച്ചറുകൾ നൽകി ഇവരുടെ മാനസിക നില തകർത്തതിനു ശേഷം ഈ വിക്ടിംസിനെ LSDയും അതുപോലുള്ള മയക്കുമരുന്നുകളും കൊടുത്ത് ഭയപ്പെടുത്തുകയും ഭീതിയുടെ മൂർധന്യാവസ്ഥയിൽ പീനിയൽ ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന അഡ്രിനോക്രോം എന്ന കെമിക്കൽ കോമ്പൗണ്ട് ബ്രെയിൻ തുരന്നെടുക്കുന്ന പോലുള്ള സർജിക്കൽ എക്സ്പെരിമെന്റ്സും ഇവിടെ നടത്തിപ്പോന്നിരുന്നു. ഈ എക്സ്പെരിമെന്റിൽ കൊല്ലപ്പെട്ടത് ആയിരങ്ങളാണ്. ആയിരക്കണക്കിന് പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഹൈടെക് മൈൻഡ് കൺട്രോൾ എക്യുപ്മെന്റ്സും ഇവിടെ നിർമ്മിക്കപ്പെട്ടു. അതിൽ കുപ്രസിദ്ധമായ ഒന്നാണ് മോണ്ടോക് ചെയർ. അതുപോലെ തന്നെ മൈൻഡ് റീഡിങ്ങും ഏലിയൻ ടെക്നോളജികളും ഇവിടെ വികസിപ്പിച്ചതായും പറയപ്പെടുന്നുണ്ട്. മോണ്ടോക് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട MK Ultra പോലുള്ള പ്രൊജക്റ്റുകൾ സത്യമായിരുന്നെന്നും അതിൽ വിക്ടിംസ് ആയിരുന്നവർ നിരവധിയാണെന്നും പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. Thousands of government-sponsored experiments did take place at hospitals, universities, and military bases around our nation. The goal was to understand the effects of radiation exposure on the human body. So today, on behalf of another generation of American leaders and another generation of American citizens, the United States of America offers a sincere apology to those of our citizens who were subjected to these experiments, to their families, and to their communities. When the government does wrong, we have a moral responsibility to admit it. വർഷങ്ങൾക്ക് ശേഷം പതിവ് പോലെ ആൾക്കാർ ഇത് മറന്നു. പിന്നെ 2008 പിന്നെയും ഈ സ്ഥലം ഹെഡ്ലൈൻസിൽ സ്ഥാനം പിടിച്ചു. മോണ്ടോക് പ്രൊജക്ട് പോലെയുള്ള എക്സ്പെരിമെന്റുകൾ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. സത്യം കണ്ടെത്തേണ്ടവർ തന്നെ ഇതിന് പിന്നിൽ നിന്ന് കളിക്കുമ്പോൾ ദുരൂഹതയേറിയ ആയിരക്കണക്കിന് ഗവൺമെന്റ് കോൺസ്പിറസികളിൽ ഒന്ന് മാത്രമായി മാറുന്നു മോണ്ടോക് പ്രൊജക്ട്. ചുരുളുകൾ അഴിയാൻ ഇനിയും ബാക്കിയുണ്ട്. മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ആഴ്ച ഞങ്ങൾ തിരിച്ചെത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്.
and subscribe to our YouTube channel.